മറ്റേ സെക്സ് വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിൽ ഇങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഇപ്പൊ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വകാര്യത, അവരുടെ കാര്യം, അവരുടെ അവകാശം, അത് നമ്മൾ കുറ്റം പറയുന്നില്ല. അപ്പൊ നമ്മുടെ ന്യൂനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ, നിങ്ങളൊന്ന് ഇറങ്ങാൻ പറ്റൂ? നിങ്ങൾ കൊണ്ടിരുന്നതാണ് തലമുറ നിർണ്ണയിക്കുന്ന പരിപാടിയില്ല. മറ്റു സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വ്യത എന്താണ് എന്നുള്ളത് അറിഞ്ഞൂടാ. ഈ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ, അതൊന്നും ശരിയായ നടപടിയല്ല. അതൊന്നും എന്താ പറയണ, ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും അത്തരം. അതെ, ശരിയാണ്. തലമറന്ന് എണ്ണ തേക്കുന്ന പരിപാടിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാന്നറിയാമോ? നമ്മുടെ മിനു ചേച്ചി. പക്ഷെങ്കിൽ ഈ മിനു ചേച്ചിയെ ഒന്ന് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക, എങ്കിലും ഈ ചേച്ചി സമ്മതിക്കത്തില്ല. ഈ ചേച്ചി ഓരോ ദിവസം ഓരോരുത്തർക്ക് നേരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചേച്ചിയുടെ ഒരു ഫേസ്ബുക്കും ഉണ്ട്, ചേച്ചിയുമുണ്ട്. ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പോഴിതാ ലേറ്റസ്റ്റ് ആയിട്ട് ചൂടായിട്ട് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നറിയാമോ? നമ്മുടെ ബീന ആൻ്റണിയെക്കുറിച്ചാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീന ആൻ്റണിയുടെ ഭർത്താവ് മനോജ്, പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടു ഈ പറയുന്ന ചേച്ചിയെക്കുറിച്ച്. അപ്പോൾ ചേച്ചിക്ക് അങ്ങ് പൊള്ളി. ആ പൊള്ളിയതിൻ്റെ കേട് തീർത്തതാണ് ചേച്ചി പറഞ്ഞിരിക്കുന്ന ബീന ആൻ്റണിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്നറിയാമോ? അന്ന് സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച ഒരു വീഡിയോ ഫുള്ള് വൈറലായി പോയില്ലേ? സിദ്ദിഖിനെ വന്ന് ബീന ആൻ്റണി കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വൈറലായ ഒരു വീഡിയോ. ആ വീഡിയോ വെച്ചിട്ടാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാമല്ലോ അതെന്താണെന്നുള്ളത്. അന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ച സമയത്ത് ബീന ആൻ്റണി പോകാനായിട്ട് പറ്റിയില്ല. പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ അന്ന് അമ്മയുടെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്ന സമയത്ത് അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ആ ഒരു രംഗമാണ്. ഈ രംഗം വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ചില കാര്യങ്ങൾ പറയുന്നത്. അതുമല്ലാതെ വേറൊരു പുള്ളിക്കാരനോട് ഒരു സംസാരം കൂടെ സംസാരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കണ്ടുവരാം. ആദ്യം തൊട്ട് നമുക്കങ്ങോട്ട് ഈ പുള്ളിക്കാരി എന്തൊക്കെയാണ് കുറിച്ചത്, പല കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ആദ്യം ഒന്ന് കുറിച്ചു, ഡിലീറ്റ് ചെയ്തു. അടുത്തൊരെണ്ണം കുറിച്ചു, എഡിറ്റ് ചെയ്തോ. അടുത്തൊരെണ്ണം കയറ്റി വെച്ചു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസ് സഹിതം പുള്ളിക്കാരി വെച്ചിട്ടുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ് ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലനിൽക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം. ആദ്യം ചേച്ചി ഫേസ്ബുക്കിൽ കുറിച്ച കാര്യം ഇങ്ങനെയാണ്. അതിൻ്റെ താഴെ ഈ സിദ്ദിഖിനെ കെട്ടിപ്പിടിക്കുന്ന ഈ പറയുന്ന ബീന ആൻ്റണിയുടെ ഫോട്ടോ സഹിതം വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരി കുറിച്ചത്. ആദ്യം കുറിച്ച് ഇങ്ങനെയാണ്: ഇങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെയും കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം. ആര്? ബീന ആൻ്റണി അവരെ കെട്ടിപ്പിടിച്ചതിന് ഭർത്താവിന് ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി. പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. മലയാളികളെ ഊളയാക്കുന്ന കാപട്യം. മറ്റ് 2 നടിമാരും ഡിസ്റ്റൻസ് ക്രീപ്പ് ചെയ്യുന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്ത് പൊന്നമ്മ ബാമ്പു ഒക്കെ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ സിദ്ദിഖിനെ ബീന ആൻ്റണി കെട്ടിപ്പിടിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ബീന ആൻ്റണി പറഞ്ഞിരുന്നു ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് മകൻ മരിച്ച സമയത്ത് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം ചേർത്ത് അവിടെ വെച്ച് പറയുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് പൊന്നമ്മ ബാബു ഒക്കെ നിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് പുള്ളിക്കാരി ആദ്യം പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരി ഇതൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണമാണ് ഈ മനോജ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ, അതായത് ബീന ആൻ്റണിയുടെ ഭർത്താവിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോയെ ചൂട് പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ആ വീഡിയോ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ വീഡിയോ പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ഈ ഇത്രയും കുറിക്കുന്നത്. ഓക്കെ, ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മറ്റേ സെക്സ് വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിൽ ഇങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഇപ്പൊ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വകാര്യത, അവരുടെ കാര്യം, അവരുടെ അവകാശം, അത് നമ്മൾ കുറ്റം പറയുന്നില്ല. അപ്പൊ നമ്മുടെ ന്യൂനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ, നിങ്ങളൊന്ന് ഇറങ്ങാൻ പറ്റൂ? നിങ്ങൾക്ക് ഗോതയിലേക്ക് ഇവിടുത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് പകർന്നു കൊടുത്ത് എല്ലാരെയും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവര് പറഞ്ഞില്ലേ പാതിവൃത്യത്തിന്റെ അങ്ങേയറ്റം മലയാള സിനിമയെ. പക്ഷെ ഒരു ഒറ്റവളുമായി വിചാരിച്ചാൽ മലയാള സിനിമ ഇല്ലാതാക്കാൻ കഴിയില്ല. വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്കും ഇല്ലേ ഭർത്താവും അച്ഛനും മകനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന ആണുങ്ങളില്ലേ? നാളെ അവരെയും വേട്ടയാടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അങ്ങനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള സ്ത്രീകളെ ഒഴിച്ചു നിർത്തണമെന്നും ഇവർ കുറേ പേർക്കെതിരെ അലിഗേഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന മനോജ് വീഡിയോ ഇട്ടത്.
അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഡോക്ടർ അരുൺകുമാർ നിങ്ങളൊന്ന് ഗോതയിലേക്ക് ഇറങ്ങണമെന്ന്. ആരാ? ഈ റിപ്പോർട്ടർ ചാനലിലെ പുള്ളിക്കാരനെ പറയണേ. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി വേറൊരു പോസ്റ്റ് ഇട്ടു. പുള്ളിക്കാരി ആദ്യം കുറിച്ച ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റിനെ പുള്ളിക്കാരി ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യം ഇങ്ങനെ: വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കരനാണ് ഭർത്താവും. ആരെയും കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം. നമുക്ക് കാശ് കിട്ടിയാൽ മതി. പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. മലയാളികളെ ഊളയാക്കുന്ന കാപട്യം. ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അവളുടെ കെട്ടിയോൻ എനിക്കെതിരെ വീഡിയോ ഇട്ടു. അപ്പോൾ എൻ്റെ ഭാര്യ പത്തരമാറ്റ തങ്കമെന്ന് ഇത് കാണുമ്പോഴറിയാം. സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ നോക്കുന്നു സോ കോൾഡ് ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. സോ കോൾഡ് ഭർത്താവ്. പുള്ളി അത് അന്ന് നടന്ന സംഭവം, അതായത് ഈ പറയുന്ന സിദ്ദിഖിനെ കെട്ടിപ്പിടിക്കുന്നത് വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരി ഇത് പറയുന്നത്. അതിൻ്റെ സംഭവവും കാര്യങ്ങളും അതെന്താണ് സംഭവം എന്നൊക്കെ ബീന ആൻ്റണി ലൈവിൽ വന്ന് ഓൾറെഡി പറഞ്ഞ ചേച്ചി. എന്നിട്ട് ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് വേറൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട. ഓക്കെ, എന്നാൽ ഇതല്ല. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ആ ഒരു പോസ്റ്റ് തന്നെ പിന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 വട്ടം പുള്ളിക്കാരി എഡിറ്റ് ചെയ്തിടുന്നത്. പിന്നെ ആ പുള്ളിക്കാരി എഡിറ്റ് ചെയ്തിട്ട സമയത്ത് ആ വീഡിയോ സഹിതമാണ് ഇടുന്നത്. എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ. അത് മനോജ് പറയുന്നതും മനോജിൻ്റെ ഭാര്യ ബീന ആൻ്റണി ആ സിദ്ദിഖിനെ കെട്ടിപ്പിടിക്കുന്നതും പിന്നെ വേറൊരു പുള്ളിക്കാരൻ പറയുന്ന ഒരു ബീന ആൻ്റണിയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉൾപ്പെടുത്തിയാണ് പുള്ളിക്കാരി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. മൊത്തത്തിലെ പൂർണ്ണ രൂപം, അതായത് എഡിറ്റഡ് വെർഷൻ്റെ പൂർണ്ണ രൂപം. ചിറി കോടിപ്പോയിട്ടും പഠിച്ചില്ല. അതായത് മനോജിൻ്റെ ചെറി ഒന്ന് കോടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ടും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടുന്നത്. ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും. ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം. നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി. പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. മലയാളികളെ ഊളയാക്കുന്ന കാപട്യം. ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ അവരുടെ കെട്ടിയോൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. ഇതൊക്കെ പറയാൻ ഇവന് എന്ത് യോഗ്യത? അവൻ്റെ ഭാര്യ പത്തരമാറ്റ തങ്കമെന്ന് ഇത് കാണുമ്പോഴറിയാം. സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നു സോ കോൾഡ് ഭർത്താവ്. നൂ പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. നൂ ചേട്ടൻ ആരെയോ പേടിക്കുന്നു. ഈ കുമ്പസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയല്ലേ? നാളെ ഇവൻ്റെ പേര് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന് മുൻകൂർ ജാമ്യം. ഇവൻ്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമായ പരസ്യമാണ്. യോധ സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല. വേണമെങ്കിൽ വീഡിയോ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീക്കുണ്ടായ അനുഭവം, അതായത് ബീന ആൻ്റണിക്ക് ഉണ്ടായോ ഇല്ലയോ എന്നറിയത്തില്ല. ബീന ആൻ്റണി അങ്ങനത്തെ ആളാണോ ഇല്ലയോ എന്നും അറിയത്തില്ല. പക്ഷേ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഇത്രയും ബുദ്ധിമുട്ടുകളും ഇത്രയും പ്രോബ്ലങ്ങളും അനുഭവിച്ച ആൾ വന്ന് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, വായിച്ചത്. അപ്പോൾ ഇവരുടെ ആ ക്രെഡിബിലിറ്റിയും ഇവരുടെ ആ ഒരു രീതിയും ഇവർ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് മണ്ണാങ്കട്ട ഉണ്ടാക്കുന്ന ആളാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഇവരുടെ ആ ഒരു സംഭവം. ഇനി ആ പുള്ളിക്കാരൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കൂ. ഇതിൻ്റെ അകത്ത് ഒരാളുടെ ഒരു വോയിസ് കൂടെ ഇവർ ചേർത്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം കേട്ടു നോക്കൂ. ഇതിൻ്റെ അകത്ത് ബീന ആൻ്റണിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അയാൾ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവൻ അറിയത്തില്ല ശരിക്കും. ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വെളിയിൽ ഇവൻ വെറും ഭാര്യയുടെ ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. തലമറന്ന് എണ്ണ വയ്ക്കുന്ന പരിപാടിയില്ല. മറ്റു സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വ്യത എന്താണ് എന്നുള്ളത് അറിഞ്ഞൂടാ. ഈ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ല. അതൊന്നും എന്ത് പറയണം, ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും അത്തരം ചില നിലപാടുകളൊക്കെ പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ബീന ആന്റണിയെ കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാത്തത്? എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരെ അറിയാം. അങ്ങനെ ബീന ആന്റണിയെ കുറിച്ചാണ് പറഞ്ഞത്. എറണാകുളത്തെ പോസ്റ്റിന് വരെ അറിയാവുന്നു. അങ്ങനെ ബീന ആന്റണിയെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ബീന ആന്റണി നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ അത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മിനു ചേച്ചിയെക്കുറിച്ച് ഈ പുള്ളിക്കാരൻ പൊക്കി പറയുകയാണ്. അതിനെക്കാട്ടിൽ എത്രയോ മോശമാണ് ഈ പറയുന്ന ഈ മനോജും അതോടൊപ്പം മനോജിൻ്റെ ഭാര്യയും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുകയാണ്.
അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യവും ഇവരെ വിമർശിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ മോശക്കാരുമായി മാറുന്നു. ഇപ്പോൾ ഇതാ മനോജിനെതിരെ കേസ് വന്നാലോ എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് എന്തൊക്കെ മാന്തും അത് ഉറപ്പാണ്. ഇവർക്കെതിരെ ആരും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവരെന്ത് പറഞ്ഞാലും മൂടിക്കെട്ടി ഇരുന്നോണം. ഇവിടെ ബീന ആൻ്റണി ആ സിദ്ദിഖിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു. അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർ കൊടുത്തു. അവർ പറഞ്ഞിരുന്നു അവരുടെ മകൻ മരിച്ച, അതായത് സിദ്ദിഖിൻ്റെ മകൻ മരിച്ച സമയത്ത് പോകാൻ പറ്റിയില്ല, അവർക്ക് പോകാൻ പറ്റാതിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിന് വന്ന സമയത്ത് ഈ പറയുന്ന സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. കാരണം ഇവർക്ക് കുടുംബപരമായിട്ട് ഈ പറയുന്ന സിദ്ദിഖിൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. അവർ അന്ന് തൊട്ടുള്ള പരിചയമാണ്. ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് അവർ ചെയ്തതാണ്. അപ്പോൾ അതിനെ അങ്ങ് സോഷ്യൽ മീഡിയ വൈറലായപ്പോഴത്തേന് അതെടുത്തുകൊണ്ട് വന്നേക്കുന്നു പുള്ളിക്കാരി. ഇനി ഇത് വെച്ചൊരു കാച്ചാവല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അതും ചീറ്റിപ്പോവും. എന്ത് ചെയ്യാനാ ചേച്ചി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അത് മനോജിനെതിരെ പറയാൻ വേണ്ടി പുള്ളിക്കാരി എടുത്തുകൊണ്ട് വന്ന വീഡിയോ കണ്ടോ? കൊള്ളാം ചേച്ചി, അടിപൊളി. അതിന് തൊട്ടടുത്ത് പൊന്നമാവൊക്കെ നിൽക്കുന്നത് അവർ കണ്ടോ അകലം പാലിക്കുന്നുവെന്ന്. അവർ അകലം പാലിക്കാന്നാണോ? അവരും ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത്. എന്നാ ചേച്ചി ഇത്? ചേച്ചി ആൾ കൊള്ളാം കേട്ടോ. സിദ്ദിഖ് വലിയ പീഡനവീരനാണല്ലോ. അതുകൊണ്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേന് വലിയ അങ്ങ് വിഷയമായി ചേച്ചിക്ക്. കൊള്ളാം ചേച്ചി കൊള്ളാം ചേച്ചി. അപ്പം ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശബ്ദമല്ല എന്നുള്ളത് ചേച്ചി തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ലതാണ് ചേച്ചി, എല്ലാം നല്ലതാണ്, സൂപ്പറാണ്, എല്ലാം അടിപൊളിയാണ്. കൊള്ളാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.